ഇപ്പോഴും ആ പാർട്ടിയുടെ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന മനുഷ്യർക്ക് ആത്മാഭിമാനത്തോടുകൂടി തല ഉയർത്തി നടത്താനുള്ള ഒരു അന്തരീക്ഷം നിങ്ങൾ സംജാതമാക്കണം. അതിന് ഇതേപോലെയുള്ള നേരത്തെ എന്താ വാക്ക് പറഞ്ഞത്, ഗിരിരാജൻ കോഴി എന്ന്, ഒരുപക്ഷെ ഒട്ടകപ്പക്ഷിയെപ്പോലെ തലതാഴ്ത്തിയിരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇന്നലെ ഗിരിരാജൻ കോഴിയായിരുന്നെങ്കിൽ ഇന്ന് ഒട്ടകപ്പക്ഷിയെപ്പോലെ തല താഴ്ത്തി നിൽക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ചില ട്രോളുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. രാജിക്കാര്യം പറയാൻ നേതാക്കൾക്ക് പേടിയാണത്രേ. രാജിക്കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആ രാജിയുടെ നമ്പർ ചോദിക്കും എന്നാണ് ട്രോളുകളിൽ വന്നിരുന്നത്. പൂജയ്ക്ക് പോയാലോ എന്ന് ചോദിച്ചാൽ ഏത് പൂജ, പൂജയുടെ നമ്പർ എവിടെ എന്ന് ചോദിക്കുമെന്നാണ് പറയുന്നത്. ആ അവസ്ഥയിലേക്ക് പരിഹാസ്യമായ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു MLA ഇനി പാലക്കാടിന് വേണോ എന്നുള്ളൊരു ചോദ്യം കൂടി പ്രസക്തമാണ്. ഇതിന് ഉത്തരം കണ്ടെത്തേണ്ടത് പാർട്ടിയാണ്. ആ പാർട്ടിയിൽ ആത്മാഭിമാനത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം മനുഷ്യരുണ്ട്. യൂത്ത് കോൺഗ്രസിൽ നല്ല ചൂടോടുകൂടി ഈ കാര്യങ്ങളോട് വിശദീകരിക്കുന്ന, ഈ പറയുന്ന ഒരു തരത്തിലുള്ള അഴുക്കും പറ്റാതിരിക്കുന്ന നേതാക്കളുണ്ട്. അഭിജിത്തിനെ പോലെ എത്രയോ നേതാക്കൾ യൂത്ത് കോൺഗ്രസിലുണ്ട്. ആരുടെയും പെട്ടിയെടുപ്പുകാരായിട്ട് മാത്രമല്ല, പാർട്ടിയിൽ കാര്യങ്ങൾ വിശദീകരിച്ച് കാര്യങ്ങളിൽ വളരെ സമർത്ഥമായി ഇടപെടാൻ കഴിയുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെ നിങ്ങളെപ്പോലെ PR വർക്ക് ചെയ്യാനൊന്നും കഴിയുന്നുണ്ടാവില്ല, റീലുകളൊന്നും ചെയ്യുന്നുണ്ടാവില്ല, രാത്രിയിൽ ഇതേപോലെ മെസ്സേജുകളിട്ട് ആരെയും വലയിൽ കൊടുക്കുന്നുണ്ടാവില്ല. പക്ഷേ ആത്മാഭിമാനത്തോടു കൂടി പണിയെടുക്കാൻ കഴിയുന്ന യൂത്ത് കോൺഗ്രസിലെ നിരവധി പ്രവർത്തകർ നമ്മുടെ ഇടയിലുണ്ട്. അവരിൽ ഈ പാർട്ടി പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തരുത്. ഈ പറയുന്ന ന്യായീകരണങ്ങൾ വഴി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് രാജിയിൽ ഒതുങ്ങുമോ എന്ന ചോദ്യത്തിന് രാജിയിൽ ഒതുങ്ങരുത് എന്നതാണ് എൻ്റെ അഭിപ്രായം.